ഇംഗ്ലീഷാചാര്യ. ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം. ഹൈ എവരിവൺ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് എന്താണ്? പദങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. എത്ര പദങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞു, എത്ര പദങ്ങൾ ഈ യാത്രയിൽ നമുക്ക് ആവശ്യമായി വരുമെന്ന് പറഞ്ഞു. അത് പഠിക്കാമെന്ന് നിങ്ങൾ എന്നോട് സമ്മതിച്ചു. എല്ലാവരും എഗ്രി ചെയ്തു, ഇല്ലേ? ഇത്രയും പദങ്ങൾ 3.5 മാസം കൊണ്ട് ഞാൻ പഠിച്ചു തീർക്കും എന്ന്. ഒരു ദിവസം എത്ര പദം പഠിക്കണം? ഒരു ദിവസം 20 പദങ്ങൾ. അങ്ങനെ 2265 പദങ്ങൾ പഠിക്കുമെന്നുള്ള ഉറപ്പ് നിങ്ങൾ എനിക്ക് നൽകി. ഇനി ഇവിടെ മുതൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരു ദിവസം 20 പദങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ പദങ്ങളെ വെച്ചുകൊണ്ട് വാചകങ്ങൾക്ക് ഉണ്ടാകണം. ഞാൻ പറഞ്ഞു, റൈറ്റിംഗ് ആയാലും റീഡിംഗ് ആയാലും സ്പീക്കിംഗ് ആയാലും ലിസണിംഗ് ആയാലും വാചകങ്ങളാണ് വേണ്ടത്. വാചകങ്ങൾ വേണമെങ്കിൽ ആദ്യം പദം വേണം. പദം ഓൾറെഡി നിങ്ങൾ പഠിക്കുമെന്ന് ഉറപ്പ് നൽകി. ഇനി അതിനെ എങ്ങനെ വാചകമാക്കാം? നിങ്ങൾ ഇതേവരെ കണ്ടിട്ടില്ലാത്ത, ഇതേവരെ അനുഭവിച്ചിട്ടില്ലാത്ത, ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു മനോഹരമായ പഠന രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, ഒരു വ്യത്യസ്തതയുടെ ലോകത്തേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഐ ആം ഇൻവൈറ്റിംഗ് യു ടു എ ഡിഫറെൻറ്റ് വേൾഡ്, എ വേൾഡ് ഓഫ് ഡിഫറൻസ്. ഈ വീഡിയോ പറഞ്ഞു തരും ഞങ്ങൾ എന്താണെന്ന്, ഞങ്ങളെ മനസ്സിലാക്കുവാൻ, ഞങ്ങളെന്താണെന്ന് മനസ്സിലാക്കുവാൻ ഈ വീഡിയോ തന്നെ ധാരാളം. ഈ വീഡിയോയും അടുത്ത വീഡിയോ കൂടി നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങൾ ഞങ്ങളെ മനസ്സിലാക്കും. എന്നിട്ട് തീരുമാനിക്കുക ഇനിയുള്ള വീഡിയോകൾ കാണണമോ എന്നുള്ളത്. ഞങ്ങൾക്കൊരു തോന്നലുണ്ട്, ഞങ്ങൾ അഹങ്കാരികളാണോ എന്ന്. മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അഹങ്കാരം ജനിച്ചത്, അറിയാതെയാണെങ്കിലും അഹങ്കാരം ജനിച്ചത് ആത്മവിശ്വാസത്തിൽ നിന്നാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ. ആത്മവിശ്വാസത്തെ നിങ്ങൾ അഹങ്കാരമെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അഹങ്കാരികളാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ആത്മവിശ്വാസികളാണ്. നിങ്ങളെ സുന്ദരമായി ഇംഗ്ലീഷ് സംസാരിപ്പിക്കുവാനും എഴുതിപ്പിക്കുവാനും ഉള്ള ആത്മവിശ്വാസം, ആർക്കുമില്ലാത്ത ആത്മവിശ്വാസം, അത് ഞങ്ങളിലുണ്ട്. അത് നിങ്ങൾ, ആ സത്യത്തെ നിങ്ങൾ അറിയുവാൻ പോകുന്നു. സ്വാഗതം. 2265 പദങ്ങളിലെ വേറൊരു ക്രിയാപദമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. പദങ്ങൾ പഠിപ്പിക്കുന്ന വീഡിയോ വേറെയുണ്ട്. ഇവിടെ നമ്മൾ എങ്ങനെ വാചകങ്ങൾ ഉണ്ടാക്കാമെന്നാണ് പഠിക്കുവാൻ പോകുന്നത്. ഓക്കെ, ഈ ക്രിയ, പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കാണ് നിങ്ങൾ കാണുന്നത്. നൗ യു ക്യാൻ സീ എ വേർഡ് വിച്ച് ഡിനോട്ട്സ് ആക്ഷൻ, ഇല്ലേ? കോൾ. ഈ വാക്കെല്ലാവർക്കും സുപരിചിതമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വാക്ക് തന്നെ ആദ്യം എടുത്തത്. നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്, പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കാണിത്. തൊട്ടിടത് ഭാഗത്ത് ഒരു കീ കാണാം, ഒരു താക്കോൽ, കീവേഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കീവേഡ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട വേഡ് എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് എവിടെ കീ കണ്ടാലും, ഇനിയുള്ള യാത്രയിൽ എവിടെ നിങ്ങൾ കീ കണ്ടാലും, ഒരു പദം പഠിക്കുമ്പോൾ ആ പദത്തിന് തൊട്ടു മുൻപ് ഒരു കീ കണ്ടാൽ അത് വാചകത്തിൽ നിന്നും, അത് ഭാഷയിൽ നിന്നും നമുക്ക് കളയുവാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുവാനാണ് ആ കീ കൊടുത്തിരിക്കുക. ഓക്കെ, കോൾ എന്ന വാക്ക് 2 രീതിയിലാണ് ഭാഷയിൽ വരിക. ആക്ട് ആസ്, ആക്ട് ചെയ്യുന്നത് 2 രീതിയിലാണ് വാചകങ്ങളിൽ. ഒന്ന് വെർബ് ആയിട്ടും ഒന്ന് നൗൺ ആയിട്ടും. അതുകൊണ്ട് തന്നെയാണ് താഴെ കൊടുത്തിരിക്കുക. 2 രീതിയിൽ ഈ വാക്കിനെ നമ്മൾ കാണണമെന്ന് ഈ സ്ക്രീൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനിയുള്ള സ്ക്രീനുകളിൽ ഇങ്ങനെ ആക്ടസ് എന്ന് നോക്കിയതിന് ശേഷം ഏത് രീതിയിൽ ഈ വാക്ക് ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നും കൂടി മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വാക്ക് 2 രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ്. അടുത്ത ഉച്ചാരണത്തിലേക്ക് പോകാം. ഇറ്റ്സ് പ്രൊനൗൺസിയേഷൻ നോക്കാം. കോൾ, കോളല്ല, ഓൾ, കോൾ. ഉച്ചാരണം അതാണ്. ഇനി അതിൻ്റെ മീനിങ് നോക്കാം. വേർബ്, വിളിക്കുക. അടുത്തത് നൗൺ, വിളി. നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ കോളിൻ്റെ അർത്ഥം വിളിയെന്നും, വേർബ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ കോളിൻ്റെ അർത്ഥം വിളിക്കുക എന്നും. ഞാൻ 2 വാചകം പറയാം, അതിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഏതായിരിക്കാം നൗണായിട്ട് വരുന്ന വാചകം, ഏതായിരിക്കാം വെർബായിട്ട് വരുന്ന വാചകം. ഐ വിൽ കോൾ യു. അടുത്തത് ഐ ഹാവ് എ കോൾ. ജസ്റ്റ് എ മിനിറ്റ്, ഐ ഹാവ് എ കോൾ. ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറുണ്ട് എന്ന് പറഞ്ഞ പോലെയല്ലേ കോളുണ്ട്. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നൗണായിട്ടാണ്. ഐ വിൽ കോൾ യു, ഐ ആം കോളിങ് ഹെർ. കണ്ട, കോൾ അവിടെ അത് ക്രിയയായിട്ടാണ് ഉപയോഗിച്ചിരിക്കുക. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഒന്നും തലയിൽ കയറ്റണ്ട, അതൊന്നുമല്ല ഇവിടെ പഠിപ്പിക്കുക. കോൾ എന്ന് പറയുന്നത് ഒരു ക്രിയയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, മനസ്സിലായെങ്കിൽ ഞാൻ സന്തുഷ്ടനായി. പോകാം അടുത്ത പേജിലേക്ക്. ക്യാൻ വി ഗോ ടു ദ നെക്സ്റ്റ് പേജ്? ഓക്കെ, വാചകങ്ങൾ ഉണ്ടാക്കുന്ന, എങ്ങനെ ഈ കോൾ വ്യത്യസ്ത വാചകങ്ങളായി മാറുന്നു എന്ന് നിങ്ങൾ കാണാൻ പോകുന്നു. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് എന്താണ്? കോൾ എന്ന വാക്കുണ്ട്, അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്, വിളിക്കുക എന്ന്. ഇതെങ്ങനെ ഒരു വാചകമായി മാറും
എന്നുള്ളതാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. തൊട്ട് മുൻപുള്ള വീഡിയോയിൽ നമ്മൾ ഇതേപോലെ തന്നെ 20 വാക്കുകൾ വേറെ കണ്ടു, 20 വാക്കുകളുടെ അർത്ഥം കണ്ടു, ഉച്ചാരണം കണ്ടു ഇല്ലേ? ഗെറ്റ് മുതൽ റിമെമ്പർ വരെ അങ്ങനെ 20 വാക്കുകൾ കണ്ടു. അതെല്ലാം എന്ത് തന്നെയാണ്? ക്രിയാ പദങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ഒരു വാചകം ഉണ്ടാക്കിയതിന് ശേഷം, കോൾ വെച്ചൊരു വാചകം ഉണ്ടാക്കിയതിന് ശേഷം ആ പഠിച്ച വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ തന്നെ വാചകങ്ങൾ ഉണ്ടാക്കണം. അതിന് നിങ്ങൾക്ക് കഴിയും. അത് നിങ്ങൾ കാണാൻ പോവുകയാണ്. ഒരു ഇംഗ്ലീഷ് വാക്ക് പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കാണോ എന്നെങ്ങനെ മനസ്സിലാക്കും? അതിൻ്റെ മലയാളം കായിൽ അവസാനിപ്പിച്ച് പറയുവാൻ സാധിക്കുമെങ്കിൽ അതിനെ നമുക്ക് പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കായി കാണാം. ശ്രദ്ധിക്കുക. വിളിക്കുക, പോകുക, വരിക, ചാടുക, ഓടുക, പാടുക, തിന്നുക, ഉറങ്ങുക. കണ്ടോ? അങ്ങനെ നമുക്ക് തന്നെ അറിയാം ആ കാ വരുമ്പോൾ അത് പ്രവൃത്തിയെ കുറിക്കുന്നതാണോ എന്നുള്ളത് നമുക്ക് തന്നെ ഫീൽ ചെയ്തെടുക്കുവാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ പുക എന്ന വാക്കിൽ കായുണ്ട് അല്ലേ എന്ന് വിചാരിച്ച് പുക എന്തല്ല ഒരു ക്രിയാപദമല്ല, പ്രവൃത്തിയെ കുറിക്കുന്ന പദമല്ല. പുകയ്ക്കുക എന്ന് പറയുന്നതാണ് പ്രവൃത്തിയെ കുറിക്കുന്ന പദം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, പോകാം. ഇപ്പോഴെന്താണ് കാണുന്നത്? ഇടതുഭാഗത്ത് കുറച്ച് ഡോട്ട്സ് കാണാം, അതിൻ്റെ വലതുഭാഗത്ത് ഒരു പ്ലസ് സൈൻ കാണാം. പിന്നെ വിളിക്കുക, കോൾ, അത് കഴിഞ്ഞ് വീണ്ടും ഒരു പ്ലസ് സൈൻ, അത് കഴിഞ്ഞ് കുറച്ച് ഡോട്ട്സ് ആണ് അല്ലേ? ഒരു വാചകത്തെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനെ നമ്മൾ 3ആയിട്ടാണ് കാണുന്നത്, 3 ഭാഗങ്ങളായിട്ടാണ് കാണുന്നത്. ആദ്യ ഭാഗം, മധ്യഭാഗം, അവസാന ഭാഗം. ആദ്യ ഭാഗം എഴുതി ചേർക്കുവാനാണ് ഡോട്ട്സ് കൊടുത്തിരിക്കുക. അവസാന ഭാഗം, വാചകത്തിൻ്റെ അവസാന ഭാഗം ഏതാണെന്ന് എഴുതുവാനാണ് അവസാനത്തെ ഡോട്ട്സ് കൊടുത്തിരിക്കുക. മധ്യഭാഗം എന്താണ് എന്നുള്ളതാണ് ആ കളറിൽ കാണുന്നത്. അതാണ് ഇവിടെ നമ്മൾ പഠിക്കുവാനും പോകുന്നത്. വാചകമുണ്ടാക്കുന്ന ഈ യാത്രയിൽ ഏത് ഭാഗം പഠിക്കുവാനാണ് വിഷമമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മധ്യഭാഗം തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയിൽ മധ്യഭാഗത്തെ കുറിച്ച് ഞാൻ പഠിപ്പിക്കുന്നത്. ആദ്യ ഭാഗവും അവസാന ഭാഗവും ഈസിയായിട്ട് നമുക്ക് പഠിക്കുവാൻ സാധിക്കും. മധ്യഭാഗം പഠിക്കുവാനുള്ള തലച്ചോറ് നിങ്ങൾക്കുണ്ടെങ്കിൽ, മധ്യഭാഗം മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആദ്യ ഭാഗവും അവസാന ഭാഗവും ഈസിയായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? ഇപ്പോൾ മനോജ് ബിജുവിനെ വിളിക്കേണ്ടതായിരുന്നു. ഇങ്ങനെ പറയുമ്പോൾ ആദ്യ ഭാഗം നമ്മുടെ കയ്യിലുണ്ട് മനോജ്, അവസാന ഭാഗം നമ്മുടെ കയ്യിലുണ്ട് എന്ത്? ബിജു. ആദ്യത്തെ ഡോട്ട്സിൽ എഴുതുവാനുള്ള പദം നമ്മുടെ കയ്യിലുണ്ട് മനോജ്, രണ്ടാമത്തെ ഡോട്ട്സിൽ എഴുതുവാനുള്ള പദം നമ്മുടെ കയ്യിലുണ്ട് എന്ത്? ബിജു. ഇവിടെ നമ്മൾ ബിജു എന്ന് എഴുതുക, ഇവിടെ നമ്മൾ മനോജ് എന്ന് എഴുതുക. പിന്നെ വിളിക്കേണ്ടതായിരുന്നു എന്ന് ഇവിടെ എഴുതുക ഇല്ലേ? അതാണ് നമ്മൾക്കറിയാത്തത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് മധ്യഭാഗമാണ് വിഷമമെന്ന്. അപ്പം മധ്യഭാഗത്തെയാണ് ഞാൻ പഠിപ്പിക്കുക. അത് മനസ്സിലായാൽ അതേ രീതിയിൽ തന്നെ എങ്ങനെ മധ്യഭാഗം മനസ്സിലായോ അതേപോലെ തന്നെ ആനിമേഷൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ആദ്യ ഭാഗം സബ്ജക്റ്റിൻ്റെ കോളവും അതുപോലെ തന്നെ ഒബ്ജക്റ്റിൻ്റെ കോളമായ അവസാന ഭാഗവും നമ്മൾ മനസ്സിലാക്കും. മധ്യഭാഗം എങ്ങനെയാണോ പഠിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ ആദ്യ ഭാഗം പഠിക്കും, സബ്ജക്റ്റിൻ്റെ ഭാഗം പഠിക്കും, അത് കഴിഞ്ഞ് ഒബ്ജക്റ്റിൻ്റെ ഭാഗം പഠിച്ചിട്ട് വീണ്ടും 3 കൂടി ചേർത്ത് വെച്ച് നമ്മൾ ഒന്നുകൂടി കാണും. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ടത് മധ്യഭാഗമാണ്. ഇനി ശ്രദ്ധിക്കുക, മധ്യഭാഗത്തേക്ക് ശ്രദ്ധിക്കുക, ആ കളർ ബോക്സിലേക്ക് ശ്രദ്ധിക്കുക. എന്താണ് അവിടെ നടക്കുവാനായിട്ട് പോകുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇപ്പം വിളിക്കുക, അതൊരു ബേസ് ഫോമാണ്, ആദ്യ രൂപമാണ്. ഇപ്പോൾ എന്താണ് കണ്ടത്? അത് വിളിക്കണം എന്നായി മാറി. മനോജ് ബിജുവിനെ വിളിക്കണം എന്നാണ് പറയേണ്ടതെങ്കിൽ ആദ്യ ഡോട്ട്സിൽ മനോജ് എന്ന് എഴുതുക, രണ്ടാമത്തെ ഡോട്ട്സിൽ ബിജു എന്ന് എഴുതുക. വിളിക്കണം എന്നത് എങ്ങനെയാണ് പറയേണ്ടത് എന്നാണ് കാണുവാൻ പോകുന്നത്. ഈ കോൾ എന്ന വാക്ക് ഉപയോഗിച്ച് നമ്മൾ എത്ര രീതിയിൽ മലയാളത്തിൽ പറയാറുണ്ട്? ഭൂതകാലത്തിൽ പറയാറുണ്ട്, വർത്തമാനകാലത്തിൽ പറയാറുണ്ട്, ഭാവി കാലത്തിൽ പറയാറുണ്ട്. ഭൂതകാലത്തിൽ കുറച്ച് വാചകങ്ങൾ പറയാം. വിളിച്ചിരുന്നു, വിളിച്ചു, വിളിച്ചിട്ടുണ്ടായിരുന്നു, വിളിക്കുകയായിരുന്നു, വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വിളിക്കാറുണ്ടായിരുന്നു, വിളിക്കുവാൻ കഴിഞ്ഞു, വിളിക്കേണ്ടി വന്നു, വിളിക്കേണ്ടി വന്നിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഭൂതകാലവുമായി ബന്ധപ്പെടുത്തി ഈ വിളിക്കുക എന്ന വാക്കിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വർത്തമാനകാലത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? വിളിക്കാറുണ്ട്, വിളിക്കുന്നുണ്ട്, വിളിക്കുന്നു, വിളിക്കുകയാണ്, വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ രീതിയിൽ നമ്മൾ വർത്തമാനകാലത്തിൽ ഇതിനെ മാറ്റിയെടുക്കുവാൻ സാധിക്കും. ഇനി ഭാവി കാലത്തിലോ വിളിക്കണം, വിളിക്കുകയായിരിക്കും, വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, വിളിച്ചിട്ടുണ്ടാകും, വിളിക്കാൻ തുടങ്ങുകയാണ്, വിളിക്കാൻ പോവുകയാണ് ഇല്ലേ? പിന്നെ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ അനുസരിച്ച് വീണ്ടും വീണ്ടും പലതും പറയാറുണ്ട്. വിളിക്കണം, വിളിച്ചേ പറ്റൂ,
വിളിക്കാൻ ബാധ്യതയുണ്ട്, വിളിക്കേണ്ടതായിട്ടുണ്ട്, വിളിക്കണമായിരുന്നു, വിളിക്കുവാൻ കഴിയുമായിരുന്നു, വിളിക്കേണ്ടതായിരുന്നു, വിളിക്കേണ്ടി വന്നിട്ടുണ്ടാകണം, വിളിക്കേണ്ടി വരും, വിളിക്കേണ്ടതുണ്ട്, വിളിക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ എത്ര രീതിയിൽ. അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിളിക്കണം എന്നെങ്ങനെ നമുക്ക് പറയുവാൻ സാധിക്കും. വിളിക്കുകയുടെ അപ്പുറത്തൊരു കണം വന്നു. ഇംഗ്ലീഷിൽ അതിനെ എങ്ങനെ നമുക്ക് പറയുവാൻ സാധിക്കും? ശ്രദ്ധിക്കുക. വിളിക്കണം എന്നൊരു വേർഡാണ്, പക്ഷേ അത് ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് കാണാം ഷുഡ് കാൾ വന്നു കഴിഞ്ഞു. ഷുഡ് കാൾ. ആ കണം എന്ന ഇംഗ്ലീഷിൽ കിട്ടുന്നതിന് ഷുഡാണ് ചേർത്തിരിക്കുന്നത്. അത് കാളിൻ്റെ ഇടതുഭാഗത്താണ്, നിങ്ങളുടെ ഇടതുഭാഗത്താണ് ചേർത്തിരിക്കുന്നത്. കണം വന്നത് വലതുഭാഗത്താണ്, ഇവിടെ വേർഡ് വന്നത് ഇടതുഭാഗത്താണ്. അത് രണ്ട് വേർഡായിട്ടാണ് വന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ഷുഡ് കാൾ. ഇനി വേണമെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട 20 വാക്കുകളെ നമുക്ക് എന്ത് ചെയ്യാം? ഷുഡ് ഗെറ്റ് ലഭിക്കണം, ഷുഡ് ഡെവലപ്പ് വികസിപ്പിക്കണം, ഷുഡ് ഇൻക്ലൂഡ് ഉൾപ്പെടുത്തണം, ഷുഡ് കൺസിഡർ പരിഗണിക്കണം, ഷുഡ് നോ അറിയണം. ആ 20 വാക്കുകൾ ഉപയോഗിച്ചിട്ട് ആ അർത്ഥത്തെ നമുക്ക് ഇങ്ങനെ കണം ചേർത്താക്കി മാറ്റുവാൻ സാധിക്കും. ഇപ്പൊ കോൾ വിളിക്കുകയാണെങ്കിൽ പ്ലേ എന്താണ്? കളിക്കുക. അപ്പോൾ ഷുഡ് പ്ലേ കളിക്കണമായി മാറുന്നു. ഗോ പോകുക, അപ്പൊ ഷുഡ് ഗോ പോകണം. കം വരിക, ഷുഡ് കം വരണം. സിറ്റ് ഇരിക്കുക, ഷുഡ് സിറ്റ് ഇരിക്കണം. ഈറ്റ് തിന്നുക, ഷുഡ് ഈറ്റ് തിന്നണം. കണ്ടോ? അങ്ങനെ രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. ഇതേപോലെ ഒരു 120 ശൈലി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, 120 ശൈലിയിൽ ആദ്യം ഒരു ശൈലി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത ശൈലി നമ്മൾ കാണാൻ പോകുന്നു. അങ്ങനെ 120 ശൈലി നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ്. എന്തു പറയുന്നു? എന്ത് വികാരം വന്നാലും എന്ത് വിചാരം വന്നാലും ഈ ശൈലിയിൽ ഉൾപ്പെടുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ സുന്ദരമായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ സാധിക്കും. സത്യത്തിൽ ഈ 120 ശൈലിയുടെ ആവശ്യമില്ല. ഇംഗ്ലീഷിന്റെ അങ്ങേയറ്റം പോകുമ്പോഴാണ് ഈ 120 ശൈലികൾ. ഈ വീഡിയോയും ഇനിയുള്ള വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ വരുന്ന വീഡിയോകൾ ബേസിക്സ് ഓഫ് ഇംഗ്ലീഷ് ആണ് വരുന്നത്. ഈ 2 വീഡിയോകളും ഞങ്ങൾ എന്താണെന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. പിന്നെ വരുന്ന വീഡിയോകൾ ഇതേപോലെയല്ല. ഈ 2 വീഡിയോകൾ കഴിഞ്ഞു വരുന്ന വീഡിയോ ഇല്ലായ്മയിൽ നിന്ന് വാചകങ്ങൾ ജനിക്കുന്നത് എങ്ങനെ എന്ന് പഠിപ്പിക്കുന്ന വീഡിയോ ആണ്. അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ തുടങ്ങുക. ഇത് ഞങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാനുള്ള വീഡിയോയാണ്. ആ വീഡിയോ നിങ്ങൾ കാണണമെന്ന് നിങ്ങളെ തോന്നിപ്പിക്കുന്നത് ഈ വീഡിയോ ആണ്. ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടത് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഒരു സബ്ജക്റ്റ് വെച്ചു. യു എന്ന സബ്ജക്റ്റ് മാത്രമല്ല അവിടെ വരിക. ഞാൻ പറഞ്ഞു ഈ വീഡിയോ സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നതല്ല, അതുകൊണ്ടാണ് വെറും യു വെച്ചത്. ഈ മധ്യഭാഗം പഠിക്കുന്നത് പോലെ തന്നെ സബ്ജക്റ്റിന്റെ ഏരിയ പഠിക്കുന്ന വീഡിയോ ഉണ്ട്. ഈ മധ്യഭാഗം പഠിക്കുന്നത് പോലെ തന്നെ അവസാന ഭാഗമായ ഒബ്ജക്റ്റിന്റെ ഏരിയ പഠിക്കുന്ന വീഡിയോ ഉണ്ട്. ഇവിടെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടി ഒരു സബ്ജക്റ്റും ഒരു ഒബ്ജക്റ്റും നമ്മൾ കൊടുക്കുന്നു. ഒബ്ജക്റ്റ് മീ, സബ്ജക്റ്റ് യു. യു ഷുഡ് കാൾ മീ ഒരു വാചകമായി മാറിയിരിക്കുന്നു. അത് താഴെ നിങ്ങൾക്ക് കാണാം വരുന്നു. യു ഷുഡ് കാൾ മീ, നീ എന്നെ വിളിക്കണം. ഇപ്പോൾ ആ പൂർണ്ണ വാചകത്തെ 3ആക്കി തിരിച്ചിരിക്കുന്നു. ആദ്യ ഭാഗം പച്ച സ്ക്വയറിൽ കാണാം, അവസാന ഭാഗവും പച്ച സ്ക്വയറിൽ കാണാം. ഇടയിലുള്ളതാണ് മധ്യഭാഗം. അതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇപ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നത്? ഡു യു നോ വാട്ട് യു ഹാവ് ബീൻ ജസ്റ്റ് ടോട്ട്? തൊട്ടു മുന്നേ നിങ്ങളെ പഠിപ്പിച്ചത് എന്താണെന്ന് മനസ്സിലായോ? സീറ്റ് ഗാൻ. ഒന്നുകൂടി കാണാം, ഒരുമിച്ച് കാണാം. തൊട്ടു മുൻപ് സംഭവിച്ചത് ഒന്നുകൂടി നമ്മൾ കാണുകയാണ്. ഒന്നുകൂടി ഹൃദയസ്ഥമാകുവാനായിട്ട്, ബ്രെയിനിലിരിക്കുവാനായിട്ട് ഒന്നുകൂടി കാണുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വിളിക്കുക എന്ന വാക്കിൻ്റെ അപ്പുറത്ത് നോക്കുമ്പോൾ തന്നെ കോൾ എന്ന വാക്കിൻ്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തും നോക്കണം. വിളിക്കുക എന്ന വാക്കിൻ്റെ വലതുഭാഗത്ത് സംഭവിക്കുമ്പോൾ കോൾ എന്ന വാക്കിൻ്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തും എന്ത് സംഭവിക്കുന്നു? ഒന്നിച്ച് കാണുക. കണ്ടോ? ഇടതുഭാഗത്ത് ഷുഡ് വന്നപ്പോൾ വലതുഭാഗത്ത് വിളിക്കണമെന്നായി മാറി. ഷുഡ് കാൾ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Can we go to the next pattern? 120 ശൈലിയിൽ ആദ്യ രീതി പഠിച്ചു കഴിഞ്ഞു. ഇനി വാക്കുകൾ ഉപയോഗിച്ച് 1010 ക്രിയകളുണ്ട്. 1010 മിക്ക ക്രിയകളും ഷുഡിൻ്റെ കൂടെ ചേർത്ത് പറയാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? സബ്ജക്റ്റ് വെച്ചു, ഒബ്ജക്റ്റ് വെച്ചു. പൂർണ്ണമായി ആ വാചകം ഒന്നുകൂടി കണ്ടു. ഓക്കെ. Have you learned it by your heart? If you have, we can go to the next pattern. ഈ 120 ശൈലികളും ഉണ്ടാകുന്ന വീഡിയോകളുണ്ട്. വെറുതെ ഇരുന്ന് ഇങ്ങനെ കണ്ടാൽ മതിയല്ലോ, ഇല്ലേ? യാത്രയിൽ വെറുതെ ഇരുന്നിട്ട് പ്ലേ ചെയ്യുക. All of you have mobile phones. ഈ വീഡിയോസ് മൊബൈലിലേക്ക് കോപ്പി ചെയ്തിട്ട് വെറുതെ ഇരിക്കുമ്പോൾ കാണുക. എത്ര രസകരമായി ഇത് നമ്മുടെ ബ്രെയിനിൽ എത്തുമെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കും. ഞാൻ ശ്രദ്ധിക്കുക. സെക്കൻഡ് പാറ്റേൺ ആണിത്.
ഇവിടെ നമ്മൾക്ക് കിട്ടേണ്ടത് വിളിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? വിളിച്ചുകൊണ്ടിരിക്കണം എന്ന് എങ്ങനെ പറയാം ഇംഗ്ലീഷിൽ എന്നുള്ളതാണ്. അതിന് ശ്രദ്ധിക്കുക. കോളിൻ്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തുമുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. വിളിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയണമെങ്കിൽ ഷുഡ് ആവശ്യമാണെന്ന് മനസ്സിലായി. ഷുഡ് മതിയോ? വിളിച്ചുകൊണ്ടിരിക്കണമെന്നാണ് കിട്ടേണ്ടത്. വിളിക്കണം എന്നതിന് ഷുഡ് മതിയായിരുന്നു, എന്നാൽ വിളിച്ചുകൊണ്ടിരിക്കണം എന്നതിന് ഷുഡ് പോരാ. കാരണം എന്താ? ഇത് വിളിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഷുഡ് മാത്രം പോരാ, ഷുഡ് അതിലുണ്ട് എന്ന് മനസ്സിലായി. ഇതാ ഷുഡ് നീങ്ങി കൊടുത്തിരിക്കുകയാണ്. അതിനിടയിൽ ഒരു പുതിയ വാക്കിനു വേണ്ടി ഷുഡ് നീങ്ങി കൊടുത്തിരിക്കുന്നു. ഇടയിൽ വരുന്ന വാക്ക് ഏതാണ്? ബി ആണ്. ഇപ്പോൾ ബി വന്നിരിക്കുന്നു, ഇടയിൽ ബി വന്നിരിക്കുന്നു. ഇനി എന്തെങ്കിലും വരുവാനുണ്ടോ? ശ്രദ്ധിക്കുക. ഒരു ING കൂടി കോളിനോട് ചേർന്നിരിക്കുകയാണ്. കോളിംഗ് ആയി മാറിയിരിക്കുന്നു. ഷുഡ് ബി കോളിംഗ്. ഇനി നമുക്ക് വേണ്ടത് സബ്ജക്റ്റ് ഒബ്ജക്റ്റ്. നൗ ദ സെന്റൻസ് ഈസ് റെഡി. വിളിച്ചുകൊണ്ടിരിക്കണം. ഈ ഷുഡ് ബി കോളിംഗ് മീ. അതിൻ്റെതായ അർത്ഥമുണ്ട്. സാധാരണ ഇതൊന്നും ആരും പഠിപ്പിക്കാറില്ല. നമ്മൾ ഷുഡ് കോൾ വെച്ചിട്ട് കാര്യം നേടും. പക്ഷെ ഷുഡ് ബി കോളിംഗ്. ഇനി അടുത്തത് കാണുന്നത് അത് വാചകമായി കാണാം. യു ഷുഡ് ബി കോളിംഗ് മീ. വിളിച്ചുകൊണ്ടിരിക്കണം. വിളിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ഞാൻ അറിയുകയുള്ളൂ. വീണ്ടും വീണ്ടും വിളിക്കുക. ഒരു പ്രാവശ്യം എടുത്തില്ല എന്ന് വിചാരിച്ച് നിർത്തരുത്. വീണ്ടും വിളിക്കുക. ഷുഡ് ബി കോളിംഗ്. ഇനി പഴയ പോലെ തന്നെയാണ് എല്ലാം. 2 ശൈലി നമ്മൾ കണ്ടു കഴിഞ്ഞു. 120 ശൈലിയുള്ളതിൽ 2 ശൈലി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഷുഡ് കോൾ, ഷുഡ് ബി കോളിംഗ്. ഷുഡ് പ്ലേ, ഷുഡ് ബി പ്ലേയിങ്. ഷുഡ് പ്രാക്ടീസ്, ഷുഡ് ബി പ്രാക്ടീസിങ്. കണ്ട പറഞ്ഞ് പരിശീലിക്കുക. ഒന്നിച്ചു കാണാം. നമുക്ക് ആദ്യം കണ്ടത് ഒന്നിച്ചു കാണാം. വലത് ഭാഗത്ത് ശ്രദ്ധിക്കുമ്പോൾ ഇടത് ഭാഗത്തും വലത് ഭാഗത്തും ശ്രദ്ധിക്കുക. മനസ്സിലായോ പറഞ്ഞത്? മലയാളത്തിൻ്റെ വലതു ഭാഗത്താണ് മാറ്റങ്ങൾ വരുന്നതെങ്കിൽ കോളിൻ്റെ ഇടത് ഭാഗത്തും മാറ്റങ്ങൾ വരുന്നുണ്ട്, വലതു ഭാഗത്തും മാറ്റം വരുന്നുണ്ട്. ഓക്കെ, അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വീണ്ടും നമുക്ക് യു, മീ, യു ഷുഡ് ബി കോളിംഗ് മീ. പൂർണ്ണവാചകം പഴയതുപോലെ തന്നെ. ഇനിയെല്ലാം പഴയതുപോലെ തന്നെ. ഓക്കെ, can we go to the next pattern? Have you learned it by your heart? ഹൃദയസ്ഥമാക്കിയോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, now we can go to the next pattern. മൂന്നാമത്തെ പാറ്റേണിലേക്ക് പോകാം. ഇങ്ങനെ ഒരു 120 പാറ്റേൺ ഇങ്ങനെ ഡെയിലി കണ്ട് നിങ്ങളുടെ തലയിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഉപയോഗിച്ച് സംസാരിക്കാൻ പാടില്ലേ? എന്തൊക്കെ ചേരണമെന്ന് നിങ്ങൾ കാണുന്നുണ്ട്. ഇങ്ങനെയായി മാറണമെങ്കിൽ എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ മനോഹരമായൊരു പാറ്റേണിലേക്ക് പോകാം. എപ്പോഴും ആവശ്യമുള്ളൊരു പാറ്റേണാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കുക. മൂന്നാമത്തെ പാറ്റേൺ, വിളിക്കേണ്ടതായിരുന്നു. നീ അവളെ വിളിക്കേണ്ടതായിരുന്നു. നീ എന്നെ വിളിക്കേണ്ടതായിരുന്നു. നമ്മുടെ കോമൺ സബ്ജക്റ്റായ യുവും കോമൺ ഒബ്ജക്റ്റായ മീയും വെച്ച് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും? നീ എന്നെ വിളിക്കേണ്ടതായിരുന്നു. എത്ര പേർക്കറിയാം? ഇത് ചിലപ്പോൾ ചിലർക്ക് അറിയാമായിരിക്കാം. എന്നാലും 120 ശൈലി കാണുമ്പോൾ ഡാം ഷുവർ നിങ്ങൾക്കറിയില്ലാത്ത രസകരമായ പാറ്റേൺസ് അതിലുണ്ട്, ശൈലികൾ അതിലുണ്ട് എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഇതെങ്ങനെയാണെന്ന് നോക്കാം. കോളിൻ്റെ ഇടത് ഭാഗം, അത് കഴിഞ്ഞ് വലത് ഭാഗം. ഓക്കെ, ശ്രദ്ധിക്കുക. ഇവിടെയും ഷുഡ് ആവശ്യമാണ്. ഷുഡ് നീങ്ങിക്കൊടുത്തിരിക്കുന്നു. വേറെ പുതിയ വാക്കിന് അതിനിടയിൽ വരുവാൻ വേണ്ടി ഷുഡ് നീങ്ങിക്കൊടുത്തിരിക്കുന്നു. നോക്കുക, ഏതാണ് ആ വാക്ക്? ഹാവ് ആണ് ആ വാക്ക്. ഷുഡ് ഹാവ് കോൾ. ഇനി എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ എന്ന് നോക്കാം. ED, called. ഇപ്പോൾ മധ്യഭാഗം റെഡിയായി കഴിഞ്ഞു. ഷുഡ് ഹാവ് കോൾഡ്. ഇനി നമുക്ക് സബ്ജക്റ്റ് ഒബ്ജക്റ്റ്. യു ഷുഡ് ഹാവ് കോൾഡ് മീ. യു ഷുഡ് ഹാവ് കോൾഡ് മീ. നീ എന്നെ വിളിക്കേണ്ടതായിരുന്നു. കണ്ടോ? ആ ശബ്ദത്തിലൊക്കെ പറഞ്ഞു പഠിക്കുക. ഓക്കെ, അടുത്ത പൂർണ്ണവാചകം യു ഷുഡ് ഹാവ് കോൾഡ് മീ. അടുത്തത് പഴയതുപോലെ തന്നെ. 3 പാറ്റേൺസ് മനസ്സിലായി. പ്ലേ, കളിക്കുക. ഷുഡ് ഹാവ് പ്ലേഡ്.
കളിക്കേണ്ടതായിരുന്നു. ഇൻവൈറ്റ് ക്ഷണിക്കുക, ഷുഡ് ഹാവ് ഇൻവൈറ്റഡ് ക്ഷണിക്കേണ്ടതായിരുന്നു. ഇൻഫോം അറിയിക്കുക, ഷുഡ് ഹാവ് ഇൻഫോംഡ് അറിയിക്കേണ്ടതായിരുന്നു. ക്ലീൻ വൃത്തിയാക്കുക, ഷുഡ് ഹാവ് ക്ലീൻ വൃത്തിയാക്കേണ്ടതായിരുന്നു. ഓപ്പൺ തുറക്കുക, ഷുഡ് ഹാവ് ഓപ്പൺഡ് തുറക്കേണ്ടതായിരുന്നു. ഇതേപോലെ ഇനിയും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ക്രിയാപദങ്ങളുണ്ടെങ്കിൽ അതുപയോഗിച്ച് ഈ രീതിയിൽ പറയാവുന്നതാണ്. അങ്ങനെ പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യുക എന്നുകൂടി ഓർക്കണം. നമുക്കൊന്നിച്ചു കാണാം. വിളിക്കുകയുടെ വലതുഭാഗത്ത് നോക്കുമ്പോൾ കോളിൻ്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തും നോക്കുക. പൂർണ്ണ വാചകം താഴെ വരുന്നു. സബ്ജക്റ്റ് ഏതാണ്, ഒബ്ജക്റ്റ് ഏതാണ്, അല്ലേ? അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ആദ്യ ഭാഗം, അവസാന ഭാഗം, മധ്യഭാഗം. ഓക്കെ, 3 ശൈലികൾ നമ്മൾ പഠിച്ചു. ആദ്യത്തേത് ഷുഡ് കോൾ, വിളിക്കണം. രണ്ടാമത്തേത് ഷുഡ് ബി കോളിംഗ്, വിളിച്ചുകൊണ്ടിരിക്കണം. മൂന്നാമത്തേത് ഷുഡ് ഹാവ് കോൾഡ്, വിളിക്കേണ്ടതായിരുന്നു. Have you learned it by your heart? Can we go to the next pattern? Okay, I hope you are ready now. You are eagerly waiting for the next pattern? Good. ശ്രദ്ധിക്കുക. 4ാമത്തെ പാറ്റേൺ വിളിക്കുക. വലത് ഭാഗത്ത് എന്തായി മാറി? വിളിച്ചുകൊണ്ടിരിക്കേണ്ടതായിരുന്നു. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കി, ഇങ്ങനെയൊരു വാചകത്തിന് പ്രസക്തിയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇങ്ങനെ ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് മലയാളത്തിൽ. എന്നാൽ എത്ര പേർക്ക് ഇതിൻ്റെ ഇംഗ്ലീഷ് അറിയാം? ഒന്ന് ചിന്തിച്ച് നോക്കുക. അറിയാമെന്ന് ചിന്തിക്കുന്നവർ ഒന്ന് ചിന്തിക്കുക. എനിക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് ചിന്തിക്കുന്നവർ ഇതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾക്കറിയാമെങ്കിൽ, ഇതിൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഇംഗ്ലീഷ് അറിയാമെന്ന് ചിന്തിക്കുന്നവർക്ക് ഇതിൻ്റെ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം. അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അതാണ് മനസ്സിലാക്കേണ്ടത്. കോൾ, ഷുഡ്, ഷുഡിനിടയിൽ വരുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു വാക്കല്ല, ഇവിടെ 2 വാക്കുണ്ട്. ഷുഡിനും കോളിനും ഇടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കേണ്ടതായിരുന്നു എന്ന് കിട്ടണമെങ്കിൽ ഷുഡ് കോൾ അല്ല, ഷുഡിനും കോളിനും ഇടയിൽ ഹാവ് ബീൻ വന്നിരിക്കുന്നു. ഷുഡ് ഹാവ് ബീൻ കോൾ. ഇനി അത് മതിയോ? ശ്രദ്ധിക്കുക, പോരാ, ING വേണം. ഷുഡ് ഹാവ് ബീൻ കോളിംഗ്, വിളിച്ചുകൊണ്ടിരിക്കേണ്ടതായിരുന്നു. നീ, യു, മീ, എന്നെ നീ വിളിച്ചുകൊണ്ടിരിക്കേണ്ടതായിരുന്നു. യു ഷുഡ് ഹാവ് ബീൻ കോളിംഗ് മീ. പൂർണ്ണവാചകം ഒന്നിച്ചു കാണാം. I hope you are so happy now. എങ്ങനെയുണ്ട് നമ്മുടെ സിസ്റ്റം? Do you love it? My dear friends, ഇത് നമ്മുടെ പഠന രീതിയിലെ ഒരു രീതി മാത്രമാണ്. ഇത് അതിൻ്റെ വഴിക്ക് പോകുന്നു. 120 ശൈലികൾ നിങ്ങളിങ്ങനെ കണ്ടുപിടിക്കുന്നു. അതുകൊണ്ട് മാത്രം നിങ്ങൾ പുലികളാകുന്നില്ല. മനസ്സിലാകുന്നുണ്ട്? ഇനി എന്താണ് അറിയേണ്ടത് എന്നായിരിക്കും ചിന്തിക്കുക. ഇനി ഇതിൽ വരാനുള്ളത് എന്തൊക്കെയാണ് ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? നീ എന്നെ വിളിച്ചുകൊണ്ടിരിക്കേണ്ടതായിരുന്നു എന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയേണ്ടതെന്ന് പഠിച്ചു കഴിഞ്ഞു. അത് മാത്രം പോരാ, ഇതിനെ ഒരു ജീവിത സാഹചര്യവുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കണം. എന്നാൽ മാത്രമേ അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ ബ്രെയിൻ നമുക്ക് ഈ വാചകം തരികയുള്ളൂ. അതിന് ചെറിയൊരു കോൺവെർസേഷൻ ഉണ്ടാക്കണം. 2 പേരെ കൊണ്ടുവന്നൊരു കോൺവെർസേഷൻ ഉണ്ടാക്കണം. അതിനെന്ത് ചെയ്യണം? അതിനൊരു കോൺവെർസേഷനാക്കി ഇതിനെ മാറ്റണം. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഈ വാചകം ഉപയോഗിക്കണം. അപ്പോൾ 2 പേരുടെ വികാരങ്ങളെ നമ്മൾ കൊണ്ടുവന്ന്, പല വികാരങ്ങളെ കൊണ്ടുവന്ന് അതിൻ്റെ ഇടയിൽ ഈ വാചകം ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന വാചകങ്ങളെല്ലാം ഈ ഒരു സാഹചര്യത്തിന് ഉതകുന്നതായിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ള കോൺവെർസേഷൻ വേറെയുണ്ട്, അത് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്ന സാഹചര്യത്തിലാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന്. നിങ്ങളെല്ലാവരും ഒരു കാര്യം ഓർക്കുക, നേരിട്ടുള്ള ക്ലാസ്സുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്കിത് നേരിട്ട് കണ്ടുപിടിക്കാം. ഇത് ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ ഒരാൾ നിങ്ങൾക്കായി മാറാം, മറ്റൊരാൾ മറ്റൊരു പഠിതാവിനാകാം. ഇനി ഒരു സംഭാഷണത്തിൽ 3 പേരുണ്ടെങ്കിൽ 3 പഠിതാവിന് അതിൽ വരാം, എനിക്കും വരാം. എനിക്ക് കറക്റ്റ് ചെയ്തു തരുവാൻ സാധിക്കും. അതാണ് നേരിട്ടുള്ള ക്ലാസ്സുകളുടെ ഗുണം. കുറച്ചുകൂടി ജീവനുണ്ടാകും, ഇല്ലേ? ഇപ്പോൾ നിങ്ങൾ എന്നെ കാണാതെയാണ് ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, എന്നെ കാണാതെ നിങ്ങളെ ഞാൻ കേൾക്കാതെ ഇത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഒരു വീഡിയോയിലൂടെ ഇത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നേരിട്ടുള്ള ക്ലാസ്സുകളിൽ നിന്നും
എന്ത് കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. നേരിട്ടുള്ള ക്ലാസ്സുകളിൽ വരുവാൻ പറ്റാത്തവർക്ക് വീഡിയോ സീഡികൾ നൽകുന്നതാണ്. ഓൺലൈൻ ക്ലാസ്സസിന് വേണ്ടി വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങൾ ക്ലാസ്സുകൾ നടത്തുന്നതാണ്. യു ക്യാൻ കോണ്ടാക്ട് മീ നോ മാറ്റർ. ഒരു റൂം സംഘടിപ്പിക്കുക, കുറച്ചുപേരെ സംഘടിപ്പിക്കുക, വിളിക്കുക. ഐ വിൽ ബി ദയർ. ഐ വിൽ ബി അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്. ഇത്രയൊക്കെ ചെയ്താൽ പോരെ. ഓക്കെ, 120 ശൈലികൾ ഈ രീതിയിൽ പഠിക്കുക. ഡെയിലി ഇങ്ങനെ കാണുക, യാത്രയിലൊക്കെ ഇങ്ങനെ ഇട്ട് കാണുക. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ മനസ്സിൽ തറച്ചു കയറും. അതിനുശേഷം ജീവിത സാഹചര്യങ്ങൾ ചിന്തിക്കുക, എവിടെ ഇതിനൊക്കെ ഉപയോഗിക്കുവാൻ കഴിയുമെന്ന്. ഓക്കെ, ഇപ്പം ഞാൻ 120 ശൈലി എന്ന് പറഞ്ഞല്ലേ, ഈ 120 ശൈലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് തന്നിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. എങ്ങനെയാണ് ഈ 120 ശൈലികൾ ഉണ്ടാക്കുക? ഇപ്പോൾ നമ്മൾ എത്ര ശൈലികൾ കണ്ടു? ഇപ്പോൾ നമ്മൾ 4 ശൈലികൾ കണ്ടു ഇല്ലേ? ഇനി ഈ 4 ശൈലികളിൽ എന്തുണ്ട്? ഷുഡുണ്ട്. ആ ഷുഡ് മാറ്റി വിൽ ആയാൽ എത്രയായി? 8 ശൈലിയായി ഇല്ലേ? പറഞ്ഞു നോക്കിയേ. വിൽ കോൾ, വിൽ ബി കോളിംഗ്, വിൽ ഹാവ് കോൾഡ്, വിൽ ഹാവ് ബീൻ കോളിംഗ്. 8 ശൈലിയായി. ഇനി വില്ല് മാറ്റി വുഡ് വെച്ച് വുഡ് കോൾ, വുഡ് ബി കോളിംഗ്, വുഡ് ഹാവ് കോൾഡ്, വുഡ് ഹാവ് ബീൻ കോളിംഗ്. കണ്ട, ഇപ്പം 12 ശൈലിയായി. സിമ്പിൾ അല്ലേ? അതൊക്കെ ഇനി വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, പേടിക്കണ്ട. ഓക്കെ, അങ്ങനെയാണ് കൂടുതൽ ശൈലികൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാൻ മേ വെച്ച് പറഞ്ഞ മേ കോൾ, മേ ബി കോളിംഗ്, മേ ഹാവ് കോൾഡ്, മേ ഹാവ് ബീൻ കോളിംഗ്. അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ഇതേപോലെ നമ്മൾ അത് വരുമ്പോൾ പഠിക്കും. ഇപ്പോൾ നമ്മൾ 4 ശൈലി കണ്ടു. ഞാൻ 5-ാമത്തെ കാണും, 6-ാമത്തെ കാണും, അങ്ങനെ 120 ശൈലി തീരുമ്പോഴേക്ക് ഇതെല്ലാം അതിൽ വരും. ഓക്കെ, അതായത് ഈ ഷുഡ് എന്ന വാക്കിനെ പോലെ വേറെ എത്ര വാക്കുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഷുഡിനെ പോലെ ഇനിയുള്ളത് 23 വാക്കുകളാണ്. എത്ര വാക്കുകൾ? 23 വാക്കുകളുണ്ട്. ആ 23 വാക്കുകളും ഇതേപോലെ വെച്ച് അർത്ഥം പഠിക്കുക. അത്രയേ ഉള്ളൂ പഠിക്കുക. അപ്പോൾ മധ്യഭാഗം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ 4 ശൈലി പഠിച്ചു. അവിടെ ഷുഡാണ് ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി 23 വാക്കുകളുണ്ട്. അത് വരുമ്പോൾ എന്താണ് അർത്ഥമെന്ന് പഠിക്കുക. ഒരു മാസത്തിൽ 31 ദിവസമുണ്ട്. ഒരു ദിവസം ഒരു പദമെടുത്താൽ 24 ദിവസം കൊണ്ട് 24 പദം തീർക്കാവുന്നതേ ഉള്ളൂ. ഒരു ഷുഡ് പഠിക്കാൻ എത്ര സമയം നിങ്ങളെടുത്തു? കേവലം 10 മിനിറ്റ് എടുത്തിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ 24 പദങ്ങൾ പഠിക്കാൻ ഒരു ദിവസം തന്നെ മതി. അങ്ങനെ ചിന്തിച്ചാൽ എത്ര ഈസിയാണ് ഈ ഭാഷ എന്ന് ചിന്തിക്കുക. ആ 24 പദങ്ങളുടെ അർത്ഥം ഏതുറക്കത്തിൽ ചോദിക്കുമ്പോഴും പറയാൻ നമുക്ക് പറ്റണം. അപ്പോൾ ഷുഡിനെ കുറിച്ചുള്ള വീഡിയോ വേറെയുണ്ട്, അത് കാണണം. വില്ലിനെ കുറിച്ചുള്ള വീഡിയോ വേറെയുണ്ട്, അത് കാണണം. വുഡിനെ കുറിച്ചുള്ള വീഡിയോ ഉണ്ട്, അത് കാണണം. ക്യാനിനെ കുറിച്ചുള്ള വീഡിയോ ഉണ്ട്, കാണണം. മേയെ കുറിച്ച് പറയുന്ന വീഡിയോ ഉണ്ട്, അത് കാണണം. അവിടെ പോയി അതിനെ മാസ്റ്റർ ചെയ്യണം. ആ വീഡിയോ കാണുമ്പോൾ എന്താണ് ഷുഡെന്ന് മനസ്സിലായി അല്ലേ? മേയുടെ വീഡിയോ കണ്ടാൽ മേ എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് മനസ്സിലായി. ഇപ്പൊ ഇവിടെ ഷുഡ് കൊടുക്കുന്ന ധ്വനി എന്താണ്? ഒരു കടമയുടെ ധ്വനിയാണ് അല്ലേ? ഈ 4 വാചകത്തിൽ ഷുഡ് വിളിച്ചു പറയുന്ന ഒരു കടമയുടെ ധ്വനിയാണ്. യു ഷുഡ് കോൾ മീ, നീ എന്നെ വിളിക്കണം, അത് നിന്റെ കടമയാണ്. യു ഷുഡ് ബി കോളിംഗ് മീ, അത് നിന്റെ കടമയാണ്. യു ഷുഡ് ഹാവ് കോൾഡ് മീ, നീ എന്നെ വിളിക്കേണ്ടതായിരുന്നു, ആ കടമ നീ നിർവഹിച്ചില്ല. യു ഷുഡ് ഹാവ് ബീൻ കോളിംഗ് മീ, നീ വിളിച്ചുകൊണ്ടിരിക്കേണ്ടതായിരുന്നു. കടമയെ സൂചിപ്പിക്കുന്നു, പക്ഷെ എന്ത് ചെയ്തില്ല നീ? ആ കടമ നീ നിർവഹിച്ചില്ല. അപ്പൊ ഷുഡ് എന്ന് പറയുന്നത് ഒരു കടമയെ സൂചിപ്പിക്കുന്ന, ഇവിടെ ഷുഡ് കൊടുക്കുന്ന ധ്വനി ഏതാണ്? ഒരു കടമയെ സൂചിപ്പിക്കുന്ന ധ്വനിയാണ്. അപ്പൊ 4 ആശയങ്ങളൊന്ന് മനസ്സിലോർക്കുക. ഷുഡ് കോൾ, വിളിക്കണം, അത് നിന്റെ കടമയാണ്. ഷുഡ് ബി കോളിംഗ്, വിളിച്ചുകൊണ്ടിരിക്കണം, നിന്റെ കടമയാണ്. ഷുഡ് ഹാവ് കോൾഡ്, വിളിക്കേണ്ടതായിരുന്നു, വിളിച്ചില്ല, നീ നിന്റെ കടമ നിർവഹിച്ചില്ല. ഷുഡ് ഹാവ് ബീൻ കോളിംഗ്, വിളിച്ചുകൊണ്ടിരിക്കേണ്ടതായിരുന്നു, അങ്ങനെ നീ ചെയ്തില്ല, നീ നിന്റെ കടമ നിർവഹിച്ചില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇത് നമ്മൾ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഷുഡിനെ കുറിച്ച് അറിയണമെങ്കിൽ ഷുഡിൻ്റെ തനിയെയുള്ള വീഡിയോ കാണുക, സിമ്പിളായിട്ട് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഇവിടെ വരാവുന്നത് ബാക്കി 23 വാക്കുകൾ. ഇവിടെ വരാവുന്നതോ കോൾ എന്ന വാക്കിന് ഏത് രീതിയിലൊക്കെ മാറ്റം വരാം? 3 രീതിയേ ഉള്ളൂ. കോൾ, കോളിംഗ്, കോൾഡ്. ആ 3 രീതി നമ്മൾ ഈ 4 ശൈലിയിലൂടെ കണ്ടു കഴിഞ്ഞു. 2 രീതിയിൽ ING വന്നു. ആദ്യ രീതിയിൽ കോൾ, 2ാമത്തെ രീതിയിൽ കോളിംഗ്, 3ാമത്തെ രീതിയിൽ കോൾഡ്, 4ാമത്തെ രീതിയിൽ കോളിംഗ്. കണ്ട, ഇതിൻ്റെയും കഥ നമ്മൾ കഴിച്ചു. എങ്ങനെ? ഒന്നെങ്കിൽ കോൾ, അല്ലെങ്കിൽ കോൾഡ്, അല്ലെങ്കിൽ കോളിംഗ്. 3 രീതി ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ നോക്കേണ്ടത് ബാക്കിയുള്ള 23 വാക്കുകൾ. ഇതല്ലാതെ വരുന്ന 23 വാക്കുകൾ. ഇനി മധ്യഭാഗത്ത് വരുന്നത് ഏതൊക്കെയാണ്? ശ്രദ്ധിച്ച് കേൾക്കുക. മധ്യഭാഗത്ത് വരാവുന്ന വാക്കുകൾ ഞാൻ പറയട്ടെ, പഠിപ്പിക്കുകയല്ല കേട്ടോ. മധ്യഭാഗത്ത് ഇപ്പോൾ ഷുഡിനും കോളിനും ഇടയ്ക്ക് വരാവുന്ന വാക്കുകളൊക്കെ പറയട്ടെ. ബി വരാം, ബീയിങ് വരാം, ബീൻ വരാം. ഇവിടെ വന്നിരിക്കുന്നത് ഏതാണ്? ഹാവ് ബീൻ ആണ്.
തൊട്ട് മുൻപ് വന്നത് എന്താണ്? ഹാവ് ആണ്. അപ്പോൾ ഹാവ് വരാം. അതിനു മുൻപ് വന്നത് ബി ആണ്. അപ്പോൾ ബി വരാം. ഇവിടെ എത്ര വന്നു കഴിഞ്ഞു? ഇടയിൽ ബി വന്നു, ഹാവ് വന്നു, ഹാവ് ബീൻ വന്നു. ഇനി ബീയിങ് വരാനുണ്ട് അല്ലേ? അപ്പോൾ അത് ലിമിറ്റഡ് ആണ്. എണ്ണി തീർക്കാവുന്ന വാക്കുകളേ ഉള്ളൂ. അത് പഠിച്ചാൽ മതി. സിമ്പിളായിട്ട് കാര്യങ്ങൾ തീർന്നില്ലേ? അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനായോ? ഡോണ്ട് വറി, അത് മാറ്റാൻ ഞാൻ പോവുകയാണ്. ഇവിടം വരെ നമ്മൾ എന്താണ് പഠിച്ചത്? ഓർത്ത് നോക്കിയേ. വിളിക്കണം എന്നതിനെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? പറഞ്ഞോളൂ. പറഞ്ഞോ. ഓക്കെ. ഷുഡ് കോൾ. വിളിച്ചുകൊണ്ടിരിക്കണം എന്നതിനെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? പറഞ്ഞോ. ഷുഡ് ബി കോളിംഗ്. ഓക്കെ. വിളിക്കേണ്ടതായിരുന്നു എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? മൂന്നാമത്തെ പാറ്റേൺ ഷുഡ് ഹാവ് കോൾഡ്. വിളിച്ചുകൊണ്ടിരിക്കേണ്ടതായിരുന്നു എങ്ങനെ പറയും? അതാണിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. എന്ത്? ഷുഡ് ഹാവ് ബീൻ കോളിംഗ്. ഇത്രയും മനസ്സിലായോ? അത്രയും മനസ്സിലാക്കിയാൽ മതി. ബാക്കി തനിയെ മനസ്സിലായിക്കൊള്ളും. ഓക്കെ. ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ തീർക്കാമെന്ന് പറഞ്ഞു. അതാണ് ഞാൻ ശ്രമിക്കുന്നത്. താഴെ നിങ്ങൾക്കൊരു ലിങ്ക് കാണാം. ഇത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വീഡിയോ കാണാം. ഞാൻ ആദ്യം പറഞ്ഞു 24 വാക്കുകളുണ്ട്. അതിൽ ഷുഡാണ് നമ്മൾ കണ്ടത്. തൊട്ടു മുന്നേ ഞാൻ പറഞ്ഞു 24 വാക്കുകളുണ്ട്. അതിൽ ഷുഡ് നമ്മൾ കണ്ടു, 4 രീതിയിൽ കണ്ടു. ഇനി ഏതൊക്കെ വാക്കുകളുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ വീഡിയോ കാണുക. ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെയുണ്ട്. ഈ ലിങ്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക. ലിങ്ക് ടൈപ്പ് ചെയ്യുമ്പോൾ ലെറ്റേഴ്സ് ഒന്നും മിസ്സാവരുത്. നോക്കി ടൈപ്പ് ചെയ്യുക. യൂട്യൂബിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. ഈ വീഡിയോ കണ്ടാൽ എങ്ങനെ സ്ട്രക്ചേഴ്സ് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക. ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലൊരു കാര്യം വേണം. ഈ വീഡിയോ വേറൊരു വീഡിയോയുടെ ബാലൻസാണ്. ഞാൻ പറഞ്ഞു ഇനിയുള്ള ഒരു വീഡിയോ കൂടി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 1, 2, 3, 4 ആ രീതിയിലാണ്. അങ്ങനെ വരുന്ന വീഡിയോയുടെ ബാലൻസാണിത്. അപ്പോൾ ചില കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കേട്ടേക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ വേറെ വീഡിയോ ആണ്. യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ അഡ്രസ്സ് ടൈപ്പ് ചെയ്താൽ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് 24 വാക്കുകളെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ വീഡിയോ യൂട്യൂബിലുണ്ട്. എന്താണ് ING, എവിടെയാണ് ING ഉപയോഗിക്കേണ്ടത്, ഒരു ക്രിയയുടെ കൂടെ ING ഏത് രീതിയിൽ കാണണം എന്ന് വിശദമായിട്ട് പഠിപ്പിക്കുന്നതാണ് ഈ വീഡിയോ. ഈ ലിങ്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ING എങ്ങനെ ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കാം. ഇനി ബീൻ എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ, ബീൻ എന്തിനു വേണ്ടിയിട്ടാണ് അതിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ കാണുക. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, ഈ വീഡിയോ കുറച്ച് വിശദീകരിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഇപ്പോൾ തന്നെ തീരുമാനിക്കുക, ഈ വീഡിയോ കണ്ട് തീർക്കുമെന്ന് തന്നെ അങ്ങോട്ട് തീരുമാനിച്ചേക്കുക. കാരണം ഈ യാത്രയിൽ ഈ ബീനും ഈ INGയും ഈ ഹാവുമെല്ലാം എപ്പോഴും കടന്നു വരും. പല ഘടനകളിലും കടന്നു വരും. ഈ 120 ഘടനകളിൽ മിക്കതിലും തന്നെ ബീനുണ്ട്, ഹാവുണ്ട്, ING ഉണ്ട്. അവിടെ പിന്നീട് സംശയങ്ങളൊന്നും വരുവാൻ പാടില്ല. അതിനായി നിങ്ങൾ ഈ വീഡിയോ മുഴുവനും കാണുക. തീർച്ചയായിട്ടും എന്തിനാണ് ബീൻ, എന്തിനാണ് ഹാവ്, എന്തിനാണ് ING എന്നുള്ളത് ഇത് പറഞ്ഞു തരും. ആദ്യം കാണേണ്ടത് ING, അത് കഴിഞ്ഞതിന് ശേഷം അതിനെ ബന്ധപ്പെടുത്തി എന്ത് കാണാം? ബീൻ കാണാം. അത് കഴിഞ്ഞ് ഹാവ് കാണുക. ആദ്യം ING കാണുക, പിന്നെ ബീൻ കാണുക, പിന്നെ ഹാവ്. ഈ വീഡിയോ കാണുക. ഹാവ് എന്തിനു വേണ്ടിയിട്ടാണ് ഘടനകളിൽ വരുന്നത് എന്ന് ഈ വീഡിയോ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഈ ലിങ്ക് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ആ വീഡിയോ ആസ്വദിക്കുക. ഓക്കെ. INGയുടെ ധർമ്മം എന്താണ്, ബീനിൻ്റെ ധർമ്മം എന്താണ്, ഹാവിൻ്റെ ധർമ്മം എന്താണ് എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന വീഡിയോ ഉണ്ട് എന്ന് ഞാൻ തൊട്ടു മുൻപ് പറഞ്ഞു. അതിനെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള വീഡിയോ ആണിത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്നിച്ച് നിങ്ങൾക്കത് മനസ്സിലാകും. ഈ വീഡിയോയിൽ ING എന്തിനാണെന്ന് പറയുന്നുണ്ട്, ബീൻ എന്തിനാണെന്ന് പറയുന്നുണ്ട്, ഹാവ് എന്തിനാണെന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ ഇതൊരു ടെൻസാണ്. ടെൻസ് ഞാൻ സാധാരണ ഉപയോഗിക്കാറില്ല. ഗ്രാമർ നിയമങ്ങളധികം നിയമങ്ങളായിട്ട് പഠിപ്പിക്കാറില്ല. മറിച്ച് അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പഠിപ്പിക്കുന്നു. അതായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് ഉചിതമെന്ന് കരുതിയത് കൊണ്ടാണ് അങ്ങനെ പഠിപ്പിക്കുക. നിങ്ങളെ പഠിപ്പിച്ചതും നിങ്ങൾ പഠിച്ചിരിക്കുന്നതും അങ്ങനെ ടെൻസുകളുടെ പേരുകൾ വെച്ചായതുകൊണ്ടാണ് ഇവിടെ ടെൻസിൻ്റെ പേര് കൊടുത്തിരിക്കുക. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണിത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് വിശദീകരിച്ച് ഈ വീഡിയോ നിങ്ങളോട് പറയുന്നതാണ്. ഓക്കെ. ഈ ലിങ്ക് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നറിയുക. ഇതിലൂടെയൊക്കെ ഞങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എത്ര രസകരമാണ് ഞങ്ങളുടെ പഠന രീതി എന്ന് മനസ്സിലാകും. ഓക്കെ. ഈ വീഡിയോയും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ പറ്റി പറയുന്ന വീഡിയോ ആണ്.
രണ്ട് രീതിയിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. കഴിഞ്ഞ സ്ലൈഡിൽ കണ്ട വീഡിയോ ആദ്യ രീതി, ഇപ്പോൾ കാണുന്ന അഡ്രസ്സിൽ ടൈപ്പ് ചെയ്താൽ രണ്ടാമത്തെ രീതിയും നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. അങ്ങനെ എന്തിനാണ് ബീൻ, എന്തിനാണ് ഹാവ്, എന്തിനാണ് ING എന്നുള്ളതൊക്കെ കാണുക. ING സെപ്പറേറ്റ് ചെയ്ത് കാണുകയാണെങ്കിൽ ING ആദ്യം കാണുക, പിന്നെ ബീൻ കാണുക, പിന്നെ ഹാവ് കാണുക. അതിനെ ഒന്നിച്ചു കാണണമെങ്കിൽ ടെൻസിനെ കുറിക്കുന്ന 2 വീഡിയോകളും കാണുക. ഞങ്ങളുടെ പഠന രീതി എത്ര രസകരമാണെന്ന് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരു ടൈം ഫ്രെയിമിലൂടെയാണ് ഞങ്ങൾ പഠിപ്പിക്കുക. ടൈം ഫ്രെയിമാണ് നിങ്ങൾ കാണുന്നത്. അതെന്താണെന്നുള്ളത് ഈ വീഡിയോ പറഞ്ഞു തരും. പോയി കാണുക. താഴെ അഡ്രസ്സുണ്ട്, ടൈപ്പ് ചെയ്യുക. യു ക്യാൻ എൻജോയ് ദിസ് ടെൻസ്. യു ക്യാൻ എൻജോയ് ലേണിംഗ് ഇംഗ്ലീഷ് ലൈക്ക് എനിത്തിങ് ഇൻ ദാറ്റ് വീഡിയോ. ഓക്കെ, ഐ പ്രോമിസ് യു. നൗ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് പാർട്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഐ ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ്. ഇനി അടുത്ത വീഡിയോ എന്താണ് അല്ലേ? അടുത്ത വീഡിയോ ഇപ്പോൾ നമ്മൾ കണ്ടത് 4 ശൈലികളാണ്. കുറച്ച് ശൈലി കൂടി ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ING എന്താണ്, ബീൻ എന്താണ്, ഹാവ് എന്താണ്, ആ വീഡിയോകൾ കാണുക. അതിനുശേഷമാണ് നമ്മൾ 1 എന്ന് തുടങ്ങുക. ഇത്രയും നേരം നിങ്ങൾ എന്നെ ശ്രമിച്ചതിന് നന്ദി. എന്താണ് എന്ന് മനസ്സിലാക്കി തരുവാനാണ് ഇത് ഉപയോഗിച്ചത്, പഠിപ്പിക്കുവാനല്ല. പഠിപ്പിക്കുന്ന വീഡിയോകൾ ഇതിന് പിന്നാലെയാണ് വരുന്നത്. അവിടെ നമ്മൾ 1 എന്ന് തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര സിമ്പിളാണെന്ന്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പതുക്കെ പതുക്കെയാണ് നമ്മൾ പോകുക. ഈ യാത്ര പതുക്കെ പതുക്കെയാണ് പോകുക. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. യു ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് വീഡിയോ ആൻഡ് സീ ദ ബാലൻസ് പാറ്റേൺസ്. താങ്ക് യു.